ആന്റണി വർഗീസ് പെപ്പയുടെ ഓണച്ചിത്രം കൊണ്ടലിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം വന്നു. ഇടിപ്പടമാണ്, അടിയുടെ പൊടിപൂരമാണ് വരാൻ പോകുന്നത് എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും ട്രെയിലർ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആളുകളെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം തന്നെയാണ്. ആന്റണി വർഗീസ് പെപ്പയുടെ ഇടിപ്പടമാണ് വരാൻ പോകുന്നതെങ്കിൽ അത് ആളുകളെ കൂടുതൽ തിയേറ്ററിലേക്ക് ആകർഷിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി വിവരങ്ങൾ സംസാരിക്കാം. അങ്ങനെ കുറിച്ച് അറിയണമെങ്കിലേ അഞ്ചേ കടപ്പുറത്തിറങ്ങി ചോദിച്ചു നോക്കും അയാൾ ആരാണെന്ന്. ഞാനും നിങ്ങളും ഈ നിക്കണവർ ഈ കടലുകൊണ്ടാണ് ജീവിക്കണത്. ഇമ്മാരി പരിപാടി ഇനി ഈ കടപ്പുറത്ത് വേണ്ട. ഇവിടെ രണ്ട് പെൺപിള്ളേരാണ്, ഇങ്ങനെ തോന്നിയ പോലെ നടന്നു. കണ്ണീർ കിട്ടും. നീ എന്താണ് മാനവ തല കാരണം? ഇവിടെ വന്നേക്കണ എല്ലാവരും പണിയെടുക്കാനാണ്. ബോട്ട് ഇരിക്കണ്ട. എന്നാ പ്രശ്നം? നിങ്ങൾ പറഞ്ഞത് ശരിയാ, അവൻ വെറുതെ വന്നതല്ല. നീയൊക്കെ ആരെയാണ് പേടിക്കുന്നത്? ചത്താലും ശരി, മാനുവലിനി കര കാണിക്കരുത്. ഇപ്പോഴയാൾ ഈ ബോട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിഞ്ഞു. പേടിക്കല്ലടാ, കടല് നീ കാണാൻ കിടക്കണുള്ളൂ. അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് രാജ്ബി ഷെട്ടിയെ കാണിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വേഷം സസ്പെൻസ് ആയിരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. എന്താണ് രാജ്ബി ഷെട്ടി ഇതിൽ ചെയ്യാൻ പോകുന്നത്? ഏതായാലും പടം ഒരു മാസ് മസാല ഇടിപ്പടമാണ്. കടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിൽ ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. ഫ്രെയിമുകളൊക്കെ വളരെ എടുത്തു വെച്ചേക്കുന്ന രീതി വെച്ച് വളരെ നന്നായിരിക്കുന്നു. എഡിറ്റിംഗ് അടക്കം എല്ലാ മേഖലകളിലും കാണുന്ന ഷോട്ട്സ് വെച്ച് നമുക്ക് നന്നായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് ആ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ കഥയും അതിൻ്റെ ബാക്കി തിരക്കഥ, സംഭാഷണം തുടങ്ങിയ കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. അത് സിനിമ പൂർണ്ണമായിട്ടും കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും. ഏതായാലും ട്രെയിലർ പൂർണ്ണമായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ആക്ഷൻ രംഗങ്ങൾ, അതോടൊപ്പം തന്നെ കട്ട്സ്, അതോടൊപ്പം തന്നെ ഡയലോഗ്സും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പലതും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആളുകളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ട്രെയിലർ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഓണത്തിന് ഒരു ഇടിയുടെ പൊടിപൂരം ആന്റണി വർഗീസ് പെപ്പയുടെ വകയായിട്ട് ഉണ്ടാകുമെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.